16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അൽ അനൂദ് എന്നാണ് അവളുടെ പേര്. കഴിക്കാൻ പറ്റുന്നില്ല. വയറങ്ങ് ചുരുങ്ങിപ്പോയി, ഒരുപാട് വയറ്, ചെറിയ കുഞ്ഞുങ്ങളെ വയറ് പോലെയാണെന്നാണ് പറയുന്നത്. ഇത് കാണുന്നവരെല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. എൻ്റെ മോൾക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, മുന്നോട്ട് ജീവിക്കണം, പഠിക്കണം ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ ഈ രോഗം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വിവരം പങ്കുവയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ നിലമേൽ കണ്ണങ്കോടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അൽ അനൂദ് എന്നാണ് അവളുടെ പേര്. ഇപ്പൊ എൻ്റെ കൂടെ ഈ മോളാണ്, അൽ അനൂദാണ് എൻ്റെ കൂടെ ഉള്ളത്. നല്ല മോളാണ് കേട്ടോ, നല്ല മിടുക്കിയായിട്ടുള്ള ഒരു മോളാണ്. അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നതിനേക്കാളും ഒരു പൊടിക്ക് അവളൊന്ന് പ്രതീക്ഷയുടെ ഒരു വക്കിലായിട്ടുണ്ട്. അന്ന് ശരിക്കും ഈ കുടുംബം മാനസികമായിട്ടൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുവിധം അവർക്കൊന്ന് കരകയറാൻ പറ്റി. അവർക്ക് ആഹാരത്തിനുള്ള വക ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ആശുപത്രിയിലേക്ക് MRI സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂടി അതിൽ എന്താ പറയാ, ഒരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മോളെ ഞാൻ നിങ്ങളിലേക്ക് തരികയാണ്. നിങ്ങൾ എല്ലാവരും ഇവളുടെ ഈ ഒരു അസുഖം, ഈ ഒരു അപൂർവമായിട്ടുള്ള ഈ ഒരു രോഗത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവളെ കരകയറ്റണം, അവളെ രക്ഷിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. അവളുടെ ശരീരത്തിന്റെ മാംസം അകത്തേക്ക് ചുരുങ്ങി പോകുന്ന ഒരു അപൂർവ രോഗവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ ഈ വീഡിയോ ഒരുപാട് പേര് കണ്ടു. ഈ വീഡിയോ കണ്ടതിൽ പകുതി കുറച്ച് ആൾക്കാരെങ്കിലും അവളെ സഹായിച്ചു. ആദ്യം തന്നെ ഈ പ്രേക്ഷകരോടും അതോടൊപ്പം പൈസ നൽകിയ കുട്ടിയെ സാമ്പത്തികമായി സഹായിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഗത്തു നിന്ന് ഞാനും ഈ കുടുംബവും നന്ദി പറയാണ്. ഇപ്പൊ അൽ അനൂദിന്റെ ഉമ്മ എൻ്റെ കൂടെ ചേരുന്നുണ്ട്. ഉമ്മ, ഇപ്പൊ എന്താ തോന്നുന്നേ? ഇപ്പോഴേ ഒരു സമാധാനമുണ്ട്. മറ്റേ MRI ചെയ്യാനാ ഒന്നിനും കഴിയാത്ത ഒരു ഇതായിരുന്നു. ഇപ്പോഴും അതൊക്കെ ചെയ്തു. ഇനി സർജറിക്കുള്ള ഫണ്ട് ആവണം. 20 ലക്ഷം രൂപയോളാവും എന്ന് പറഞ്ഞു. 20 ലക്ഷം രൂപ അല്ലേ? വലിയ തുകയാണ്. 20 ലക്ഷം രൂപയാവും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പെട്ടെന്ന് സർജറി ചെയ്യാം. MRI സ്കാൻ ചെയ്തപ്പോൾ എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞത്? സ്കാൻ ചെയ്തപ്പോൾ വലിയ കൊച്ചിന്റെ വയറൊക്കെ കുഞ്ഞായി പോകും. ഫുഡൊക്കെ കഴിക്കുന്നതും പാടാണ്. അപ്പോൾ നിലവിൽ ആർക്കെങ്കിലും മുൻപ് ഇത്തരത്തിലുള്ള സർജറികൾ നടന്നിട്ടുണ്ട്? ഇതൊരു അപൂർവമായ രോഗമാണ്. അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇന്ന മാംസം ഉള്ളിലേക്ക് പോകുന്നു, എന്തോ റിസ്ക് ആണ്, പെട്ടെന്ന് സർജറി നടത്തണമെന്ന് പറഞ്ഞു. അൽ അനൂദ് ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, മുന്നോട്ട് ജീവിക്കണം, പഠിക്കണം ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ ഈ രോഗം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഒരു ശരീരത്തിന്റെ മാംസം ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഇതിന് ഭീമമായൊരു തുക പറയുന്നുണ്ട്. ഈ തുക 20 ലക്ഷം രൂപയോളം ആവശ്യമാണ്. ഇപ്പോൾ നിലവിൽ ഇവരുടെ ഒരു MRI സ്കാനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കും ആശുപത്രിയിൽ കാണിക്കാനും അന്ന് ആഹാരത്തിന് പോലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഇന്ന് അതിൽ നിന്നൊരു കുറച്ചെങ്കിലും അവർക്കൊരു ആശ്വാസം നേടിക്കൊടുക്കാൻ നമ്മുടെ ചാനലിലൂടെ സാധിച്ചു. അപ്പോൾ ഏതായാലും ഇവർക്ക് ഇപ്പോൾ വേണ്ടത് അടിയന്തരമായി തന്നെ ചികിത്സയാണ്. കാരണം ഈ പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്യാം അല്ലേ? അഡ്മിറ്റ് ചെയ്യാം. അപ്പൊ എമർജൻസി ആയിട്ട് സർജറി ആവശ്യമായിരിക്കുന്നു. ഈ സർജറിയിലൂടെ ഈ കുട്ടിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവളുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് തിരിച്ച് പറക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ഇതൊക്കെ മാത്രമല്ലേ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ അമ്മ വീണ്ടും യാചിക്കുകയാണ്. ഇത് കാണുന്നവരെല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. എൻ്റെ മോൾക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഞങ്ങൾ സഹായിക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾ തന്ന സഹായങ്ങൾ കൊണ്ട് നമുക്ക് MRI ചെയ്തു. വേറെ ഇനി ഒരു 3 ടെസ്റ്റ് കൂടെ ഉണ്ട്. അതിലൊരു ടെസ്റ്റ് ചെയ്ത് ഇനി ഒരു 2 ടെസ്റ്റ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ അഡ്മിറ്റ് ആക്കണം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കുടുംബ പശ്ചാത്തലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉമ്മയുടെ ഭർത്താവ് മരിച്ചുപോയതാണ്. ഇവർ ഏകദേശം ഒരു 100-150 വർഷം പഴക്കമുള്ള ഒരു വീട്ടില്, ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു വീട്ടില്, ഒട്ടും അടച്ചുറപ്പില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട്, പെൺമക്കളെയും കൊണ്ട് കഴിയുന്ന ഒരു അമ്മയാണ്. അച്ഛനില്ല, അവിടുത്തെ ഉപ്പ മരിച്ചുപോയി. വേറെ ബന്ധുക്കളായിട്ട് ഇവർക്ക് അടുത്തൊന്നും ആരും തന്നെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഇവര് ജീവിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് യാചിക്കുകയാണ്. മോളെ, എന്തെങ്കിലും പറയാനുണ്ടോ? സഹായിക്കണം. ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? കഴിക്കാൻ പറ്റുന്നില്ല.
വയറങ്ങ് ചുരുങ്ങിപ്പോയി, ഒരുപാട് വയറ് ചെറിയ കുഞ്ഞുങ്ങളെ വയറ് പോലെയാണെന്നാണ് പറയുന്നത്. അവൾക്കൊരു ഗ്ലാസ് വെള്ളം നിറച്ച് കുടിക്കുമ്പോഴത്തേക്കും അവളുടെ വയറ് വീണ്ടും ഇങ്ങനെ എന്താ പറയാ, മറ്റൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോ. ഇനി ഒരു 20 ലക്ഷം രൂപ, അത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എന്താ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുക നൽകിക്കൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കണം. 20 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭീമമായ ഒരു തുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ കുടുംബം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്കും ഈ ഗൂഗിൾ പേ നമ്പറിലേക്കും നിങ്ങളുടെ സഹായ ഹസ്തങ്ങൾ എത്തിക്കുക. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്ലു അനിത്സൻ, വിസ്മയ ന്യൂസ്.